നീറ്റ് അടക്കമുള്ള പരീക്ഷാ ക്രമക്കേടുകളിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം തുടരുന്നു. CJP സമരം 34ാം ദിനത്തിലേക്ക് കടന്നു. ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് ആവശ്യം. CJPയുടെ തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധം 34ാം ദിവസത്തിലേക്ക് കടന്നു. ജന്തർ മന്ദറിലെ CJP സമരവേദിക്ക് സമീപം ഇന്നലെ രാത്രിയിലും സംഘർഷമുണ്ടായിരുന്നു. സൻസദ് മാർഗിൽ സംഘർഷം ഉടലെടുത്തു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. ലാത്തി വീശിയ പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ചു. സംഘർഷത്തിൽ 5 പോലീസുകാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. സംഘർഷങ്ങളെ തുടർന്ന് ഡൽഹിയിൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. തലസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സമരക്കാരുമായി വീണ്ടും ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതായാണ് സൂചന. ചർച്ചകൾക്കായി കേന്ദ്രമന്ത്രി JP നഡ്ഡയുടെ വസതിയിലെത്താനുള്ള നിർദ്ദേശം CJP നേതാക്കൾ തള്ളി. സെൻട്രൽ ഡൽഹിയുടെ ചില ഭാഗങ്ങളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ ചില മെട്രോ സ്റ്റേഷൻ കവാടങ്ങൾ അടച്ചു. പ്രദേശം കനത്ത സുരക്ഷയിലാണ്. ജന്തർ മന്ദറിലെ CJP സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൂറുകണക്കിന് യുവാക്കളാണ് സമരവേദിയിലേക്ക് എത്തുന്നത്. CJP സമരത്തിന് രാജ്യത്തിനകത്തും പിന്തുണയേറിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ പ്രകടമാകുന്നുണ്ട്. പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കില്ലെന്ന് ഉറപ്പു നൽകിയാൽ നിരാഹാരം അവസാനിപ്പിക്കാമെന്ന് സോനം വാങ്ചുക് അറിയിച്ചു. അതിനിടെ ചോദ്യപേപ്പർ ചോർച്ചയും യുവാക്കൾക്കെതിരായ പോലീസ് നടപടിയിലും പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ചുള്ള സമരം താൽക്കാലികമായി നിർത്തിവെച്ച് ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന് സോനം വാങ്ചുക് ആവശ്യപ്പെട്ടു. മന്ത്രിയുടെ രാജിയടക്കമുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കും വരെ പ്രതിഷേധം തുടരുമെന്ന നിലപാടിലാണ് CJP. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.